ഗോഡ്സില്ല എക്സ് കോങ് വേഴ്സസ് ജസ്റ്റിസ് ലീഗ്. നിങ്ങൾക്കറിയാവോന്ന് എനിക്കറിയാവോന്ന് നിങ്ങൾക്കും അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ഒരു കോമിക് സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ കോമിക് തീർക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഷെയറാണ് അപ്ലോഡ് ചെയ്ത് നോക്കിയത്. നോക്കുമ്പോൾ 1 കൊല്ലം മുമ്പാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് അത് കംപ്ലീറ്റ് ചെയ്യും ബ്രോ, അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ഇട്ടായിരുന്നു. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ഇനി വലിച്ചു നീട്ടുന്നില്ല, മൊത്തം കഥയും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഫൈനൽ ഇഷ്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ 1 കൊല്ലം മുമ്പ് ചെയ്തതാണ്. സോ ഒരുപാട് പേർക്ക് ടച്ച് വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഇഷ്യൂസും ഞാൻ മൊത്തത്തിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഇതിന് മുമ്പുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒരു ടൈമർ കൊടുത്തേക്കാം. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ള 5th ഇഷ്യൂ മുതലുള്ള ഡയറക്റ്റ് സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാം. അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ ഫസ്റ്റ് തൊട്ട് തന്നെ നിങ്ങൾ ഇരുന്ന് കണ്ടാൽ നല്ലതായിരിക്കും. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഡെയിലി പ്ലാനറ്റിൻ്റെ ടോപ്പിലുള്ള ഹെലിപാഡിലുള്ള നമ്മുടെ ക്ലാർക്ക് കെന്റ്, അതായത് സൂപ്പർമാനെയും പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ലോയ്സിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടെണ്ണം വേറെ എവിടെയും സ്ഥലം കിട്ടാതെ ആ ഡെയിലി പ്ലാനറ്റിൻ്റെ ഹെലിപാഡിൽ കയറിയിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സൺസെറ്റും കണ്ടുകൊണ്ട്. വേറെ നല്ല രണ്ടുപേരും ഡേറ്റിംഗ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് ക്ലാർക്ക് കെന്റ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയും കൂടിയാണ്. കാരണം പുള്ളി എത്രത്തോളം ലോയ്സിനെ സ്നേഹിക്കുന്നെന്ന് അവളോട് പറയാൻ പോകുന്ന ദിവസമാണ്. കാരണം അവർ ഇത്രയും കാലം ഡേറ്റിങ്ങിലായിരുന്നു. ഇപ്പൊ പുള്ളി അവളെ മാരേജിന് വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ക്ലാർക്ക് മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു സൗണ്ട് കേൾക്കാണ്. അവർ തിരിഞ്ഞു നോക്കിയത് അങ്ങനെ ഏടുന്ന പൊട്ടി മുളച്ച പോലെ ഗോഡ്സിൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് 12 മണിക്കൂറുകൾക്ക് മുമ്പുള്ള കഥയാണ്. അങ്ങനെ ജസ്റ്റിസ് ലീഗിന്റെ വാച്ച് ടവറിൽ ഇരുന്നിട്ട് നമ്മുടെ ഹാൽ ജോർഡനും ഫ്ലാഷും ഇപ്പൊ സൂപ്പർമാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സൂപ്പർമാൻ പുള്ളിക്കുള്ള ഈ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ക്രൈംസും എന്തൊക്കെ പുള്ളിക്ക് തടയാൻ പറ്റുമോ അതെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാൻ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇവൻ എന്തൊക്കെ ചെയ്താലും എല്ലാ തെറ്റുകളൊന്നും ഇവൻ ഒറ്റയടിക്ക് തടയാൻ പറ്റില്ല എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എത്രത്തോളം ക്രൈംസ് ഇല്ലാതാക്കാൻ പറ്റുമോ അത്രത്തോളം ഇല്ലാതാക്കണം. കാരണം ഇന്ന് വൈകുന്നേരമാണ് പുള്ളി ലോയ്സിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്, അതായത് 12 മണിക്കൂറിന് ശേഷം. സോ പുള്ളി ആ പ്രപ്പോസ് ചെയ്യുന്ന ആ സ്പെഷ്യൽ മൊമെന്റിൽ ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എല്ലാം ഇപ്പോഴേ ചെയ്തു തീർക്കുന്നത്. അപ്പോഴാണ് അവർക്ക് സൂപ്പർമാൻ ഈ വേൾഡിന്റെ ഏതോ ഒരു അറ്റത്തിൽ നിന്ന് തിരിച്ച് പുള്ളിയുടെ മെട്രോപോളിസിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് റീഡിങ്സ് കിട്ടുന്നത്. പുള്ളി ഇപ്പൊ അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇപ്പോൾ ടൈറ്റാന ഉള്ളത്. ആ ടൈറ്റാന ഇപ്പൊ ആ സിറ്റി മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റനൈറ്റ് വെച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജയന്റ് ഏപ്പ്. ആക്ച്വലി അതൊരു മെഷീനാണ്, കോങ് അല്ല. കോങ് വരും. അങ്ങനെ ആ ടൈറ്റാനോ ക്രിപ്റ്റനൈറ്റ് വെച്ച് പവേർഡ് ആയതുകൊണ്ടും ക്രിപ്റ്റനൈറ്റ് സൂപ്പർമാന്റെ വീക്ക്നെസ് ആയതുകൊണ്ടും ചിലപ്പോൾ സൂപ്പർമാനെ പെട്ടിയിൽ അടക്കേണ്ടി വരുന്നു വിചാരിച്ചുകൊണ്ട് മാത്രവും പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഷും പോവാണ്. പക്ഷെ ഫ്ലാഷ് അവിടെ എത്തുമ്പോഴേക്കും സൂപ്പർമാൻ ആ ടൈറ്റാനോനെ ഒടിച്ചു മടക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ആ ടൈറ്റാനോനെ ഒടിച്ചു മടക്കിയിട്ട് ഇതിനെ പ്രിസണിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് റൈക്കോസ് ഐലൻഡിലേക്ക് വരികയാണ്. അങ്ങനെ അവരവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ വണ്ടർ വുമൺ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി എന്തിനാണ് ഈ ചെയ്യുന്നതിനൊക്കെ, അതായത് പുള്ളി ഇന്ന് ലോയ്സിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന്, അതിന് ഇൻട്രപ്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എല്ലാം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ ഡയാനിയും സൂപ്പർമാൻ്റെ അടുത്ത് വന്നിട്ട് നിന്റെ കാര്യം ആലോചിച്ചു ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, നീ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ വേറെ അല്ല, ചേച്ചീൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്, എക്സ് ലവറല്ലേ. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ലീജൻ ഓഫ് ഡൂം, അതായത് നമ്മുടെ വില്ലൻ ടീം വേറെന്തോ ഒരു കാര്യം ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് എങ്ങനെയെങ്കിലും സൂപ്പർമാനെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ജസ്റ്റിസ് ലീഗിനെ കൊണ്ട് ഇവർ മടുത്തു. ജസ്റ്റിസ് ലീഗിനെ ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ മെയിൻ തൂണായിട്ടുള്ള സൂപ്പർമാൻ ആദ്യം ഇല്ലാതാക്കണം. സോ സൂപ്പർമാനെ എതിർക്കാൻ വേണ്ടിയിട്ട് ലെക്സ് ലൂഥറും ചേർന്ന് എന്തോ ഒരു പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവരെങ്ങോട്ടോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലത്തേക്ക് അവരെ ട്രാക്ക് ചെയ്ത് സൂപ്പർമാൻ എങ്ങനെയും എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെട്രോപോളിസിൽ സൂപ്പർമാന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ആ ടൈറ്റാനോ ഏപ്പിനെ ഇവരിറക്കിയത്. അങ്ങനെ അവർ ലെക്സ് ലൂഥറിന്റെ ലീഡർഷിപ്പിൽ സൂപ്പർമാനെ എങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നോർത്തിലേക്ക് പോവാണ്, അതായത് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ. അങ്ങനെ ബ്ലാക്ക് മാൻഡോ അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാലക്സ എന്നുള്ള റോബോട്ടിനെ ടേക്ക് ഡൗൺ ചെയ്യാണ്. അവരുടെ സകല പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഡോർ അവർ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ഇവരതിനുള്ളിൽ കയറിയത് സകല പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസും ഇവരവിടെ കാണാനാണ്. കാരണം ജസ്റ്റിസ് ലീഗ് പിടിച്ചെടുത്തിട്ടുള്ള എല്ലാ പവർഫുൾ വെപ്പൺസ്, മോബിയസ് ചെയർ അടക്കം എല്ലാം അതിൻ്റെ അകത്താണ് അവർ സെക്യൂർഡ് ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ അതിലുള്ള ഓരോ സാധനങ്ങളും ഓരോരുത്തർക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ ലെക്സ് ലൂഥർ അവരെല്ലാവരും വാൺ ചെയ്യാണ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് മദർ ബോക്സ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ തൊട്ടാ അലാറാം അടിക്കും, അവന്മാരെല്ലാം ഇവിടെ എത്തുമെന്ന് പറയാണ്. പക്ഷെ ലെക്സ് ലൂഥർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആർത്തി മൂത്തിയിട്ട് അവരുടെ കൂടെയുള്ള ഒരു ടോയ്മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടെയുള്ള എന്തോ ഒരു റെഡ് റൂബി കണ്ടിട്ട് അത് പോയി എടുക്കുകയാണ്. പക്ഷെ അപ്പം അന്നേക്ക് അത് യൂസ് ചെയ്യാൻ പോലും അറിയില്ലെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പം തന്നെ അലാറാം അടിക്കുകയാണ്.
അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലാർക്കന്റിനെ കാണാൻ വേണ്ടിയിട്ട് ബ്രൂസ് വെയിൻ അതായത് ബാറ്റ്മാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ വക കുറച്ച് അഡ്വൈസ് കൊടുക്കുകയാണ് ക്ലാർക്കിന്. അങ്ങനെ ക്ലാർക്കിനോട് ബ്രൂസ് പറയാണ്, ഒരു ഫ്രണ്ടായിട്ട് ബ്രൂസ് വെയിനായിട്ട് ക്ലാർക്കൻ്റായ നീ ലോയ്സിനെ പ്രപ്പോസ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ക്ലാർക്ക്, നീ ഒരു കാര്യം ആലോചിക്കണം. ഞാനിപ്പോൾ നിൻ്റെ ഫ്രണ്ട് ബാറ്റ്മാനായിട്ട് സൂപ്പർമാനോട് പറയാണ്, നീ അവളെ കല്യാണം കഴിച്ച എനിമീസ് അവളിലൂടെ നിന്നിലേക്ക് എത്താൻ ശ്രമിക്കും. അവളുടെ ജീവനും കൂടിയാണ് നീ ആപത്തുണ്ടാക്കാൻ പോകുന്നത്. സോ 100 1,000 തവണയെങ്കിലും ആലോചിച്ചിട്ട് വേണം നീ ഇത് ചെയ്യാമെന്ന് ബ്രൂസ് വെയിൻ പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ക്ലാർക്കൻ്റ് പറയാണ്, ഞാൻ അവളെയും പ്രൊട്ടക്റ്റ് ചെയ്യും, ഈ ലോകത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യും, എല്ലാം എനിക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. എന്നിട്ട് ഈ മാങ്ങാണ്ടി പറഞ്ഞ എപ്പോഴും വന്ന് രക്ഷിക്കുന്ന പാവം ബാറ്റ്മാനാണ് പാട്ടി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡുള്ള അലാറാം നമ്മുടെ ക്ലാർക്കൻ്റ് കേൾക്കുന്നത്. അങ്ങനെ ക്ലാർക്ക് പുള്ളിയുടെ സൂട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന അപ്പം തന്നെ പുള്ളീനെ കാര വിളിക്കുകയാണ്, പുള്ളിയുടെ കസിൻ, ഐ മീൻ സൂപ്പർ ഗേൾ. അങ്ങനെ കാര സൂപ്പർമാനെ വിളിച്ച് പറഞ്ഞ വേറെ ഒന്നുമല്ല, അതായത് അവൻ്റെ പ്രപ്പോസിംഗ് ഒന്നും അവൾ മുടക്കണ്ട, ഇപ്പോൾ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ നടക്കുന്ന കാര്യം ഞാനും ബാക്കിയുള്ള ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സും കൂടി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ അതിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. അങ്ങനെ അവർ സൂപ്പർമാന് ഗുഡ് ലക്ക് വിഷ് ചെയ്തിട്ട് ആ ലീജിയൻ ഓഫ് ഡൂമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോയ് മാൻ പുള്ളിയുടെ എന്തോ ഒരു ടോയ് വലിച്ചെറിയാണ്. അത് ആക്ച്വലി ഒരു എക്സ്പ്ലോസീവ് ആണ്. പെട്ടെന്ന് തന്നെ അത് ബ്ലാസ്റ്റ് ആയതു മദർ ബോക്സ് ആക്സിഡന്റലി ആക്ടിവേറ്റ് ആവാണ്. ഉടനെ തന്നെ ഇത് മനസ്സിലാക്കിയതു നമ്മുടെ ഗ്രീൻ ലാൻഡൻ ഒരു പവർഫുൾ എനർജി ഷീൽഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിനെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യാണ്. പക്ഷെ ആ ബ്ലാസ്റ്റ് കാരണം പെട്ടെന്ന് തന്നെ ആ ലീജിയൻ ഓഫ് ഡൂമിലെ വില്ലൻസ് ഒക്കെ അവിടുന്ന് എങ്ങോട്ടൊക്കെ ടെലിപ്പോർട്ടായി പോവാണ്. അങ്ങനെ അവർ ആ ലീജിയൻ ഓഫ് ഡൂം മൊത്തം ഏതോ ഒരു കാട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ എവിടെയാണ് നമ്മൾ, ഇത് ആരുടെ തെറ്റുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ജൈജാൻഡ അവരുടെ സൈസ് വലുതാക്കിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മിലിറ്ററി റിസർച്ച് ഔട്ട് പോസ്റ്റ് ഉള്ളത് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒരു അടി എടുത്ത് വച്ച അപ്പം തന്നെ പെട്ടെന്ന് ഒരു ജൈൻറ്റ് സ്ക്രൾ ക്രോളർ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരിത് എന്ത് തേങ്ങയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സാധനം ചാടി വരികയാണ്. അങ്ങനെ കോങ് ആ സ്ക്രൾ ക്രോളറും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പിൽ തന്നെ ആ മിലിറ്ററി ഔട്ട് പോസ്റ്റിലേക്ക് ഇവർ കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെ കൂടെയുള്ള ഗൊറില്ല ഗ്രോഡ് ഈ കോങ്ങിനെ കണ്ട് എന്തോ പോലെ നിൽക്കുകയാണ്. കാരണം ഗൊറില്ല ഗ്രോഡ് ഒരു ഏപ്പാണ്, അവൻ്റെ മുമ്പിലുള്ള ആ കോങ് ഒരു ഏപ്പ് ഗോഡാണെന്ന് വിചാരിക്കുകയാണ് അത്. അങ്ങനെ ലീജിയൻ ഓഫ് ഡൂം ആ ഔട്ട് പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവാണ് ഇത് എന്തോ ഒരു തരത്തിലുള്ള ഒരു കമാൻഡ് സെൻറ്റർ ആണെന്ന്. അങ്ങനെ അവിടെയുള്ള മോണിറ്റേഴ്സിലുള്ള മാപ്സും കോർഡിനേറ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ അവർക്ക് മനസ്സിലായി അവരുള്ളത് എർത്തിൽ തന്നെയാണെന്ന്. പക്ഷെ അവർ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ മാത്രം അവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതൊരു സ്കൾ ഷേപ്പിലായിരുന്നു, സ്കൾ ഐലൻഡ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഡൗട്ട് അവരിപ്പോൾ ഏത് എർത്തിലാണുള്ളതെന്നാണ്. ഉടനെ തന്നെ അവിടെയുള്ള മോണിറ്ററിലേക്ക് അവർ നോക്കിയപ്പോൾ ഇതേപോലെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് മോൺസ്റ്റേഴ്സിനെ അവർ ആ സ്ക്രീനിൽ കാണുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടതും ആ ടോയ്മാന് പുതിയൊരു ഐഡിയ തോന്നുകയാണ്. ഈ മൃഗങ്ങളെപ്പോൾ ജസ്റ്റിസ് ലീഗിനെതിരെ യൂസ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പുള്ളി ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ എടുത്ത റെഡ് റൂബി എടുത്ത് എന്തോ ചെയ്യാണ്. ഉടനെ തന്നെ അവിടുന്ന് ആ മോൺസ്റ്റേഴ്സ് ഒക്കെ ടെലിപ്പോർട്ടായി നമ്മുടെ DC യൂണിവേഴ്സിലെത്താണ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. അവിടെ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സൂപ്പർമാൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ഗോഡ്സില പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അവിടെ ഇഷ്യൂ തീരാണ്. മെട്രോപോളിസിലെത്തിയ ഗോഡ്സിലയുടെ മുമ്പിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞു എന്ന് വന്ന് നിൽക്കുന്ന സൂപ്പർമാനാണ് കാണിക്കുന്നത്. സൂപ്പർമാൻ ഗോഡ്സിലിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അഫ്കോഴ്സ് ഗോഡ്സില ഒരു മൃഗമാണ്, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ എന്നാലും സൂപ്പർമാൻ വാൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോഡ്സില അതിൻ്റെ ആറ്റോമിക് ബ്രത്ത് യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടിട്ട് എന്നാൽ പിന്നെ നിന്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആഞ്ഞൊരു കുത്ത് ഗോഡ്സില മാമനെ. ഉടനെ തന്നെ സൂപ്പർമാൻ അതിൻ്റെ വാലിൻ്റെ അടുത്തേക്ക് പറന്നു വരും. ഗോഡ്സില വാലുണ്ട് ഒരറ്റടി സൂപ്പർമാൻ തെറിച്ചു പോവാണ്. അങ്ങനെ സൂപ്പർമാൻ തെറിച്ചു പോയി ഏതോ ഒരു ബിൽഡിങ്ങിലെ ഓഫീസിൽ ഇടിച്ച് തകർത്ത് വീഴാണ്. അടികൊണ്ട് വീണത് സൂപ്പർമാൻ ആണെങ്കിലും അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുകയാണ് പുള്ളി. പക്ഷെ അപ്പം തന്നെ ആ ഓഫീസിൻ്റെ മാനേജർ ഞങ്ങൾക്കൊന്നും പറ്റില്ല, പക്ഷെ താനിപ്പോൾ ഇടിച്ച് തകർത്തതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സൂപ്പർമാനും പേടിക്കണ്ട എല്ലാം ബാറ്റ്മാൻ തന്നോളൂ എന്ന് പറയുന്നത്. ഉടനെ തന്നെ ആ അടികൊണ്ട് വീണടുത്തേക്ക് നമ്മുടെ ഫ്ലാഷ് വരികയാണ്. ഉടനെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് എവിടെയെന്ന് സൂപ്പർമാൻ ചോദിച്ചതും അവരെല്ലാവരും ഓൺ ദ വേ ആണെന്ന് പറയുകയാണ് ഫ്ലാഷ്. അങ്ങനെ ഉടനെ തന്നെ ആ ഗോഡ്സിലയുടെ അടുത്തേക്ക് സൂപ്പർമാൻ വീണ്ടും പറന്നുവാണ്. അതേസമയം ഈ ജനങ്ങളെ എല്ലാവരും അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജസ്റ്റിസ് ലീഗിലെ ബാക്കി മെമ്പേഴ്സായ വണ്ടർ വുമണും സൂപ്പർ ഗേളും ഹാൽ ജോർഡൻ ഗ്രീൻ ലാൻഡനും ഹോക്ക് ഗേളും ഗ്രീൻ ആരോയും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ആരോയ്ക്ക് പറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹാൽ ജോർഡൻ്റെ ഒരു ചെറിയ കൺസ്ട്രക്ഷനിലാണ് പുള്ളി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഗ്രീൻ ആരോ നിനക്ക് വല്ല ഒരു വിമാനത്തിന് എങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചതു. നീ ഇപ്പോൾ വരുന്ന തന്നെ എൻ്റെ ഔദാര്യത്തിലാണ്, അതുകൊണ്ട് ഓവർ എന്നെ കൊണ്ട് ലഭിക്കരുതെന്ന് പറയാണ് പുള്ളി. അപ്പോൾ തന്നെ വണ്ടർ വുമൺ ശരിക്കും നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചതു. മെട്രോപോളിസിലല്ലേ ഫൈറ്റ് നടക്കുന്നത്, അപ്പോൾ അങ്ങോട്ടല്ല നമ്മൾ പോകേണ്ടത് ഹാൽ ജോർഡൻ ചോദിച്ചതു. അത് സൂപ്പർമാനാണ്, അത് അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പോൾ തന്നെ സൂപ്പർ ഗേൾ പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാണ്. കാരണം ഇതേപോലെ തന്നെ വലിയ വലിയ മോൺസ്റ്റേഴ്സ് സെൻട്രൽ സിറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വവ്വാലിനെ പോലത്തെ ഒരു വലിയ മോൺസ്റ്റർ ഗോത്തം സിറ്റിയെ.
അതേപോലെ തന്നെ തെമിസ്കേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ബഹമത്തും വന്നിരിക്കുകയാണ്. അതേസമയം സൂപ്പർമാൻ ആണെങ്കിൽ ഗോഡ്സിലയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് ഇപ്പോൾ എവിടേക്കാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതേസമയം ബാറ്റ് കേവിൽ നിന്ന് ഒരു ബാറ്റ് ഫൈറ്റ് ചീറിപ്പാഞ്ഞു വരികയാണ്. നമ്മുടെ ബാറ്റ്മാനും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ബാറ്റ്മാൻ മാത്രമല്ല, മൊത്തം ബാറ്റ് ഫാമിലി ആ ഗോതം സിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ആ ജയന്റ് മോൺസ്റ്ററിനെ എതിർക്കാൻ വേണ്ടി പോവാണ്. അവരുടെ പിന്നാലെ തന്നെ ബ്ലാക്ക് കനാരിയും ഉണ്ട്. തെമിസ്കേരയിലേക്ക് വന്നിരിക്കുന്ന ആ മോൺസ്റ്ററിനെ എതിർക്കാൻ വേണ്ടി വണ്ടർ വുമണും ഗ്രീൻ ആരോയും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പോകുന്ന വഴിയിൽ എന്തോ ഒരു ഐലൻഡ് അവർ ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ അവിടെ ചെന്ന് ആ ഐലൻഡ് എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ വണ്ടർ വുമൺ എത്രയും പെട്ടെന്ന് തെമിസ്കേരയിൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഗ്രീൻ ആരോനെ അവിടെ ഏതാണെന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അതേസമയം നോർത്ത് പോലുള്ള ഏതോ ഒരു ബേസിൽ നിന്ന് ബ്ലാക്ക് മാരിയും ചീറ്റിയും ഈ മോൺസ്റ്റേഴ്സിൻ്റെ എല്ലാ അറ്റാക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ചീറ്റ ചോദിച്ചതും ഇതെല്ലാം കാരണം ടോയ്മാനാണ്. സൂപ്പർമാൻ്റെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ നിന്ന് അവനെടുത്ത ആ റെഡ് റൂബി നിനക്ക് ഓർമ്മയില്ലേ? അതിന് റിയാലിറ്റിയെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അവനെന്തോ അതെടുത്ത് ആഗ്രഹിച്ചു. അത് കാരണമാണ് ഇപ്പം മൊത്തം റിയാലിറ്റിയും കൊളാപ്സ് ആവാൻ പോകുന്നതെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ലെക്സ്കോപ്പാണ്. അങ്ങനെ അവിടേക്ക് ലെക്സ്കോപ്പിൽ പുള്ളിയുടെ സെക്രട്ടറി വന്നിട്ട് ഉറങ്ങി ബോധമില്ലാതെ കിടക്കുന്ന ലെക്സ് ലൂഥറിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഉടനെ തന്നെ പുള്ളി എഴുന്നേറ്റതും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചതും പുറത്തോട്ട് നോക്ക്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല എന്ന് പറയാണ് സെക്രട്ടറി. അതേസമയം പുള്ളി പുറത്ത് വന്നത് ഗോഡ്സിലായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർമാനെയാണ്. അതേസമയം ഇവർ ഫൈറ്റ് ചെയ്ത് രാത്രിയായി. സൂപ്പർമാൻ ഒറ്റയ്ക്ക് ഈ ഗോഡ്സിലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോക്കുകളും വരികയാണ്. അതേസമയം സൂപ്പർമാൻ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോയിസ് ലെയിൻ ഇപ്പോഴും ഇവർ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ബിൽഡിങ്ങിൻ്റെ മണ്ടേന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ജിമ്മി ഓൾസൺ അങ്ങോട്ട് വന്നിട്ട് ഇവളെ അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അതേസമയം ഗോതം സിറ്റിയിലുള്ള ആ വവ്വാല് പോലത്തെ വലിയ മോൺസ്റ്ററിൻ്റെ മുമ്പിലേക്ക് ബാറ്റ് ഫൈറ്റിൽ ബാറ്റുകൾ എത്തുകയാണ്. പക്ഷേ ഇവരുടെ മിസൈൽസും അറ്റാക്കും ഒന്നും അതിനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ബാറ്റ്മാന് മനസ്സിലാവാണ് അതിൻ്റെ ബോഡിയിൽ എന്തോ ഒരു സോണിക് വേവ് ഉണ്ട്. അതാണ് നമ്മുടെ വെപ്പൺസ് ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്തെങ്കിലും ഒരു സോണിക് ബൂം യൂസ് ചെയ്തിട്ട് മാത്രമേ അതിനെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് ബാറ്റ്മാൻ. അതേസമയം ഇവരുടെ മിസൈലൊക്കെ ഇട്ട് പൊട്ടിച്ച കാരണം താഴെയുള്ള ബിൽഡിങ്ങുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന് ജനങ്ങളെയൊക്കെ അവർ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ മോൺസ്റ്റർ ഡയറക്റ്റായിട്ട് ബാറ്റുകളുള്ള ആ ബാറ്റ് ഫൈറ്റിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റെഡ് ഹുഡ് കൃത്യം ആ മോൺസ്റ്ററിനെ എയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ റെഡ് ഹുഡ് ടാർഗറ്റ് എൻ്റെ മുമ്പിൽ ലോക്ക്ഡാണ്, ഞാൻ ഫയർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞതും ബാറ്റ്മാൻ നമുക്കതിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അറിയില്ല, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, ഷോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയാണ് ബാറ്റ്മാൻ. ഉടനെ തന്നെ ഡിക്രേസിനും ബാറ്റുകളും എല്ലാവരും അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. പക്ഷെ പുള്ളി അത് കേൾക്കാതെ ഫയർ ചെയ്യാണ്. അങ്ങനെ ആ ബുള്ളറ്റ് നേരെ ആ മോൺസ്റ്ററിൻ്റെ കണ്ണിലേക്ക് തന്നെ തുളഞ്ഞു കയറാണ്. പക്ഷെ അഫ്കോഴ്സ് അതിനൊന്നും പറ്റിയില്ല. അതിൻ്റെ വായിന്ന് വന്ന എന്തോ ഒരു സൂപ്പർ സോണിക് ബ്രിത്ത് യൂസ് ചെയ്തിട്ട് റെഡ് ഹുഡുള്ള സ്ഥലം അത് അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ജസ്റ്റ് മുസിന് റെഡ് ഹുഡ് അതിന് എസ്കേപ്പ് ആവാണ്. പക്ഷെ ആ അറ്റാക്കിൽ ഒരുപാട് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് അവിടെയുള്ള ജനങ്ങളുടെയൊക്കെ ദേഹത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് അവിടുത്തെ ബ്ലാക്ക് കനാരി അവിടെ സൂപ്പർ സോണിക് സൗണ്ട് വെച്ചിട്ട് അതെല്ലാം ഇല്ലാതാക്കാണ്. താഴെ എത്തിയ നമ്മുടെ റെഡ് ഹുഡിനെ ഡിക്രേഷൻ ചീത്ത പറയുന്നുണ്ടെങ്കിലും പുള്ളി അപ്പം തന്നെ സോറി അറിയാതെ പറ്റിയാന്നൊക്കെ പറയുമ്പോൾ തന്നെ ബാറ്റുകൾ ദേഷ്യം പിടിച്ചിട്ട് ഏറ്റടി നോക്കൗട്ട് ചെയ്യാണ്. ഉടനെ തന്നെ സൈബോഗ് ആ ബാറ്റ് ഫൈറ്റിൻ്റെ എഞ്ചിനും ബ്ലാക്ക് കനാരിയുടെ സൂപ്പർ സോണിക് സൗണ്ടും വെച്ചിട്ട് ബാറ്റ്മാനും ചേർന്ന് ഒരു വെപ്പൺ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ മോൺസ്റ്ററിനെ എതിരിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വെപ്പൺ കൊണ്ട് ഡയറക്റ്റായിട്ട് ആ ബാറ്റ് ഫൈറ്റും കൊണ്ട് ബാറ്റ്മാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അതിൻ്റെ മുമ്പിലെത്തിയതും ബ്ലാക്ക് കനാരി അവളുടെ സൂപ്പർ സോണിക് സൗണ്ട് ആ വെപ്പണിൽ കൂടെ യൂസ് ചെയ്യാണ്. അങ്ങനെ അത് താങ്ങാൻ പറ്റാതെ ആ മോൺസ്റ്റർ താഴെ വീഴാണ്. ബാറ്റ്മാൻ നാസായിട്ട് നടന്നു വരുന്നു. അതേസമയത്ത് ഇപ്പുറത്ത് ആ ഗോഡ്സിൽ തന്നെ നമ്മുടെ ഹോക്കുകളും സൂപ്പർമാൻ ഒരുമിച്ച് ചേർന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഗോഡ്സിലയുടെ ഒരു അടി കൊണ്ടത് ഹോക്കുകൾ തെറിച്ചു പോവാണ്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വന്ന് അവളെ രക്ഷിക്കുകയാണ് ഷസാം. അപ്പം തന്നെ ഷസാമിനും സൂപ്പർമാനും നേരെ ഗോഡ്സില തിരിയാണ്. അങ്ങനെ ഗോഡ്സില അതിൻ്റെ ആറ്റോമിക് ബ്രത്ത് യൂസ് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. അതേസമയം അതിനെതിരായിട്ട് സൂപ്പർമാനും പുള്ളിയുടെ ഹീറ്റ് വിഷൻ യൂസ് ചെയ്യാണ്. ഉടനെ തന്നെ ഷസാമിന് മനസ്സിലാവാണ് സൂപ്പർമാൻ്റെ ഹീറ്റ് വിഷൻ കൊണ്ട് മാത്രവും ആ ഗോഡ്സില ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ കുറച്ചും കൂടി ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞതും ആ ഗോഡ്സിലയുടെ മണ്ടയ്ക്ക് തന്നെ പോയി നിന്നിട്ട് ഷസാം എന്ന് പറയാണ്. ഉടനെ തന്നെ വലിയൊരു തണ്ടർ സ്ട്രൈക്ക് തന്നെ ഗോഡ്സിലയുടെ തലയിൽ ഇറങ്ങാണ്. പക്ഷെ അത് കാരണം പുള്ളിയുടെ ബില്ലി ബാറ്റ്സൺ ഫോമിലേക്കായി മാറാണ്. എന്നിട്ടും ഗോഡ്സിലേക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ബില്ലി ബാറ്റ്സനായി മാറിയ നമ്മുടെ ഷസാം താഴെ വീണതും പുള്ളിനെ നമ്മുടെ സൂപ്പർമാൻ രക്ഷിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഇവർ ഞെട്ടുന്നത്. കാരണം പുറകിന് ഗോഡ്സില വീണ്ടും ആ ആറ്റോമിക് ബ്രത്ത് യൂസ് ചെയ്യാണ്. അങ്ങനെ സൂപ്പർമാൻ ബില്ലിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കേപ്പ് വെച്ച് പുതയ്ക്കുകയാണ്. അങ്ങനെ ആ മൊത്തം ആറ്റോമിക് ബ്രത്തും സൂപ്പർമാൻ ഒറ്റയ്ക്ക് പുള്ളിയുടെ ബോഡിയിൽ ഏറ്റുവാങ്ങാണ്. അങ്ങനെ താങ്ങാൻ പറ്റാതെ അവൻ ബില്ലി ബാറ്റ്സിനെ ചുരുട്ടി പിടിച്ച് സൂപ്പർമാൻ തെറിച്ചു പോയി വീഴാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത്
അടികൊണ്ട് ഏതാണ്ട് ചാവാറായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സൂപ്പർമാനെ ബില്ലി ബാറ്റ്സൺ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബാക്കിൽ ഗോഡ്സില. അവിടെ ഈശു തീരാണ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചീറിപ്പാഞ്ഞോട്ട് നമ്മുടെ ഫ്ലാഷ് സെൻട്രൽ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പം നേരെ പോകുന്നത് സെൻട്രൽ സിറ്റിയിലെ അയൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന പ്രിസണിലേക്കാണ്. ഈ പ്രിസൺ സെൻട്രൽ സിറ്റിയിൽ നിന്ന് മാറി ഒരു ദ്വീപിലാണുള്ളത്. അങ്ങനെ ഇപ്പോൾ അവിടെ ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നതാണോ എവിടുന്നാണ് ഈ മോൺസ്റ്റേഴ്സ് വന്നതെന്നോ ഇപ്പോഴും ആർക്കും ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്നത് ആ മോൺസ്റ്ററിന്റെ ഒരു കാല് നമ്മുടെ ഫ്ലാഷ് കണ്ട് ഞെട്ടുകയാണ്. അപ്പോഴാണ് പുള്ളി അതിന്റെ മൊത്ത രൂപവും കാണുന്നത്. ആ മോൺസ്റ്റർ വേറെ ഒന്നുമല്ല, സ്കില്ലയാണ്. അങ്ങനെ ആ മോൺസ്റ്റർ അവിടെയുള്ള എല്ലാ ബിൽഡിംഗും അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം അതിലൂടെയുള്ള പ്രിസണേഴ്സ് ഒക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഫ്ലാഷ് ഈ പുറത്തു വന്ന പ്രിസണേഴ്സിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത്രയും പ്രിസണേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അപ്പർ വില്ലൻസ് എല്ലാം ചേർന്ന് ഫ്ലാഷിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. പെട്ടെന്ന് തന്നെ ഒരു ചുഴലിക്കാറ്റ് പോലെ എന്തോ വന്നിട്ട് ഫ്ലാഷിനെ ഹെൽപ്പ് ചെയ്യാണ്. ആ കാറ്റിൽ എല്ലാവരും പറന്നു പോവാണ്. ഉടനെ തന്നെ തല പൊക്കി നമ്മുടെ ഫ്ലാഷ് സൂപ്പർമാൻ ആയിരിക്കും വിചാരിക്കാണ്. നോക്കുമ്പോൾ അത് സൂപ്പർമാൻ അല്ല, സൂപ്പർ ഗേൾ ആയിരുന്നു. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർ ഗേളും ഹാൽ ജോർഡൻ ഗ്രീൻലാൻഡിന് അങ്ങോട്ട് വന്നിട്ട് ഫ്ലാഷിനെ ഹെൽപ്പ് ചെയ്ത് ആ പ്രിസണേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്ത് അടച്ചു വെക്കാൻ തുടങ്ങാണ്. അപ്പം തന്നെ സൂപ്പർ ഗേളിന് എന്തോ തെറ്റായിട്ട് അനുഭവപ്പെട്ടാണ്. അവൾക്ക് ഇത്രയും കാലം സൂപ്പർമാൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാമായിരുന്നു. ഇപ്പം പെട്ടെന്ന് അത് അവൾക്ക് കേൾക്കാതെയായി. ഉടനെ തന്നെ സൂപ്പർമാൻ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ മെട്രോപോളിസിലേക്ക് വരികയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ഗോഡ്സിലയുടെ ആറ്റോമിക് ബ്ലാസ്റ്റ് കാരണം നമ്മുടെ സൂപ്പർമാൻ താഴെ വീണ് മരിച്ചു കിടക്കുകയാണ്. ഉടനെ തന്നെ ഗോഡ്സില നമ്മുടെ ബില്ലി ബാറ്റ്സിൻ്റെ സൂപ്പർമാൻ്റെ ബോഡിക്ക് നേരെ നടന്നു വരികയാണ്. ഉടനെ തന്നെ ഒരു വലിയ കാലി ഇവർക്ക് മുകളിലൂടെ പറന്നു പോവാണ്. നോക്കുമ്പോൾ ഒരു വലിയ രൂപമായിട്ട് ആറ്റം സ്മാഷർ ഡയറക്റ്റ് ആയിട്ട് ഗോഡ്സിലയുടെ ഹൈറ്റ് ആയിട്ട് അതിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അതേസമയത്ത് ഇപ്പുറത്ത് അടികൊണ്ട് മയങ്ങി കിടന്നിരുന്ന ഹോഗുകൾ എഴുന്നേറ്റിട്ട് സൂപ്പർമാൻ എന്താ പറ്റിയെന്ന് നോക്കാൻ വേണ്ടി വരികയാണ്. അതേസമയം ഇപ്പുറത്ത് ഗോഡ്സില വാലോണ്ട് അടിച്ച് ആറ്റം സ്മാഷർ തെറിപ്പിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ബില്ലി ബാറ്റ്സൺ ഹോഗുകളിനോട് സൂപ്പർമാനും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പൊക്കോ, ഈ ഗോഡ്സിലയുടെ മോന്റെ കാര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ബില്ലി ബാറ്റ്സൺ. ഉടനെ തന്നെ ബില്ലി ബാറ്റ്സൺ ആ ഗോഡ്സിലയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഷസാം എന്ന് പറഞ്ഞതു ആ ഷസാമായിട്ട് പുള്ളിനെ ട്രാൻസ്ഫോം ആക്കുന്ന ആ തണ്ടർ സ്ട്രൈക്ക് ഗോഡ്സിലയുടെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മുടെ ബില്ലി ബാറ്റ്സിന്റെ അടുത്ത് എത്താണ്. അങ്ങനെ സൂപ്പർമാനെ കൊന്ന ദേഷ്യത്തില് സകല ദേഷ്യത്തോടെ നമ്മുടെ ഷസാം പുള്ളിയുടെ സകല പവേഴ്സ് എടുത്തിട്ട് ഗോഡ്സിലിനെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉടനെ തന്നെ ഒരു കൈയും കൂടി പുള്ളിയുടെ കൂടെ വരികയാണ്. വേറെ ആരുമല്ല, സൂപ്പർ ഗേൾ. അങ്ങനെ രണ്ടുപേരും ഒരേ പഞ്ചിൽ ഒരേറ്റ കുത്തിന് ഗോഡ്സിലിനെ അടിച്ച് പറപ്പിക്കുകയാണ്. എന്നിട്ട് സൂപ്പർ ഗേൾ സൂപ്പർമാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചത് ഹോഗുകൾ അറിയില്ല, പുള്ളിയുടെ അവസ്ഥ ഒരുപാട് പരിതാപകരമാണ് ഇപ്പോഴെന്ന് പറയാണ്. അതേസമയം നമ്മുടെ ഷസാം ദേഷ്യത്തോടെ ആ ഗോഡ്സിലയുടെ പിന്നാലെ തന്നെ പോവാണ്. അതേസമയത്ത് പിന്നെ കാണിക്കുന്നത് സെൻട്രൽ സിറ്റിയാണ്. അവിടെ ഇപ്പോഴും ആ സ്റ്റില്ലുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ പ്രിസണേഴ്സായിട്ട് ഗ്രീൻലാൻഡ് ആൻഡ് ഹാൽ ജോർഡനും ഫ്ലാഷും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലുള്ള ഒരുത്തി നമ്മുടെ ഫ്ലാഷിനെ അറ്റാക്ക് ചെയ്യാൻ വന്നൊരു ഫ്ലാഷ് തൂക്കിയെടുത്ത് അവളെ ചുമരെ അടിക്കുകയാണ്. ഉടനെ തന്നെ അവിടുന്ന് ഒരു ഷിപ്പ് മൂലവും അവിടേക്ക് വരികയാണ് ക്യാപ്റ്റൻ കോൾഡ്, ബ്ലാക്ക് മാൻഡ ആൻഡ് ചീറ്റ. അങ്ങനെ അവിടെ വന്ന അപ്പം തന്നെ ക്യാപ്റ്റൻ കോൾഡ്, എടാ ചെറുക്ക, നീ ഇപ്പം അടിച്ച് തെറിപ്പിച്ച എൻ്റെ അനിയത്തീനാണ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് നീ കൈവെക്കുന്ന പറഞ്ഞിട്ട് പുള്ളിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ക്യാപ്റ്റൻ കോൾഡ്. അങ്ങനെ പുള്ളിയുടെ ആ കോൾഡ് ഗണ്ണ് വെച്ചിട്ട് ഫ്ലാഷിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അതിൽ നമ്മുടെ ഫ്ലാഷ് ഫ്രീസ് ആവാണ്. ഇത് കണ്ട് നമ്മുടെ ഹാൽ ജോർഡൻ തന്നെ ഞെട്ടുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ വണ്ടർ ഗേളും വണ്ടർ വുമണും തെമിസ്കേരയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഒരു ബഹമത്ത് ഇപ്പോൾ തെമിസ്കേരനെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ അവിടെ വലിയൊരു അമ്പുണ്ടായിരുന്നു. അങ്ങനെ ആ അമ്പിൽ നമ്മുടെ ലോസ് ഓഫ് ട്രൂത്ത്, അതായത് വണ്ടർ ഗേളുടെയും വണ്ടർ വുമൻ്റെയും രണ്ടുപേരുടെയും ലോസ് ഓഫ് ട്രൂത്ത് വെച്ച് കെട്ടി ഒരു വലിയ അമ്പ് റെഡിയാക്കി ബഹമത്തിന് നേരെ അമ്പ് ചെയ്യാണ്. എന്നിട്ട് അത് നേരെ ആ ബഹമത്തിന്റെ തലയിൽ തന്നെ പോയി കുത്തി ഇറങ്ങാണ്. എന്നിട്ട് അവരുടെ രണ്ടുപേരുടെ ലോസ് ഓഫ് ട്രൂത്ത് കിട്ടി ബഹമത്തിന്റെ കഴുത്തിനിട്ട് ചുറ്റുകയാണ്. പക്ഷെ അവരെ തൂക്കി എറിയാണ് ആ ബഹമത്ത്. ഉടനെ തന്നെ ആ ബഹമത്ത് അവിടെ നിന്ന് പോകുന്നതായിട്ട് ഇവർ ശ്രദ്ധിക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതേസമയത്ത് ഇപ്പുറത്ത് ഫ്രീസായ നമ്മുടെ ഫ്ലാഷ് പുള്ളിയുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരികയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ക്യാപ്റ്റൻ ഗോൾഡും ബ്ലാക്ക് മാൻഡയും ചീറ്റിയും അവരിങ്ങോട്ട് വന്ന ആവശ്യമുള്ള പ്രിസണേഴ്സിനായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേസമയം നമ്മുടെ ഫ്ലാഷ് പുള്ളിയുടെ കൈ ചുഴലിക്കാറ്റ് പോലെ ചുറ്റി ആ മോൺസ്റ്ററിനെ അടിച്ച് കടലിൽ തള്ളുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഗ്രീൻലാൻഡിനും പുള്ളിയുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ കടലിലേക്ക് തള്ളാൻ നോക്കുകയാണ്. ഉടനെ തന്നെ സൂപ്പർ ഗേൾ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ 3 പേര് അവരുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയോ അതിനെ കടലിൻ്റെ അകത്ത് ആക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇപ്പം മരിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന സൂപ്പർമാൻ്റെ ബോഡിയായിട്ട് ഹോക്കുകൾ എങ്ങോട്ടോ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോങ്ങിനെയാണ്. അതായത് സ്കൾ ഐലൻഡിൽ നമ്മുടെ കോങ് ഇപ്പോൾ വാർബാറ്റും അങ്ങനെ കുറച്ച് മോൺസ്റ്റേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതാന്ന് ഇതിനെ അന്വേഷിക്കാൻ വന്ന നമ്മുടെ ഗ്രീൻ ആരോയും ഉണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഗ്രീൻ ആരോ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ആരുടെ ഈ ഒച്ച ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ കോങ് നോക്കിയത് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ സൂപ്പർ ഗേൾ വരികയാണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർ ഗേൾ, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊക്കോ, ഇതാണ് ഇതിന്റെ അവസാന വാണിംഗ് എന്നൊക്കെ കോങ്ങിനോട് പറഞ്ഞു. കോങ് ജസ്റ്റ് പുള്ളിനെ തലവിടാൻ വരുന്ന പോലെ നമ്മുടെ സൂപ്പർ ഗേളിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുവരാണ്. പക്ഷെ അവളെ ഞെരിച്ച് കൊല്ലാൻ നോക്കാന്ന് വിചാരിച്ചിട്ട് ചാടി ഒരു കുത്ത് കോങ്ങിന്റെ മുഖത്ത്.
അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോത്തം സിറ്റിയാണ്. അവിടെ നമ്മുടെ ബാറ്റ്മാൻ, ബാറ്റ് വുമൺ, സൈബോഗ് ഇവരൊക്കെ ചേർന്നിട്ട് ആ ഗോത്തം സിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ മോൺസ്റ്ററിനെ പിടിച്ചു കിട്ടിയിരിക്കുകയാണ്. അതായത് പവേഴ്സ് ഉള്ള നമ്മുടെ സൂപ്പർമാൻ, ഫ്ലാഷ് ഇവർക്കൊന്നും അവരുടെ സിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന മോൺസ്റ്റേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പവേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ബാറ്റ്മാൻ പുള്ളിയുടെ സിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന മോൺസ്റ്ററിനെ പിടിച്ചു കിട്ടി. അങ്ങനെ നമ്മുടെ സൈബോഗും ബാറ്റ്മാനും എന്തിനാണ് ഈ മോൺസ്റ്റേഴ്സ് ഇവിടെ വന്നത്, എങ്ങനെയാണ് വന്നത്, എന്തിനാണ് ഇതുങ്ങളൊക്കെ ഈ സിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നത്, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഷസാം വന്ന് ഇറങ്ങുകയാണ്. വന്ന ഉടനെ തന്നെ പുള്ളി നമ്മുടെ ബാറ്റ്മാനോടും ബാക്കിയുള്ള മെമ്പേഴ്സിനോടും സൂപ്പർമാൻ മരിച്ചെന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ മരിക്കാനോ, അതിനൊന്നും യാതൊരു ചാൻസും ഇല്ലെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ഡെസേർട്ടാണ്. ആ ഡെസേർട്ടിൽ നിന്ന് എന്തോ ഒരു ബീപ്പ് ബീപ്പ് സൗണ്ട് കേൾക്കാണ്. ഉടനെ തന്നെ എന്തോ ഒരു കണ്ണ് പോലെ ഒരു സാധനം, മെക്കാനിക്കലായിട്ടുള്ള സാധനം അവിടെ നിൽക്കുകയാണ്. അതിന് മുമ്പിൽ നീ ഇവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെക്സ് ലൂതർ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇനി വരുന്ന വിശ്വസിച്ച് കാണാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കഥ നോക്കാം. അങ്ങനെ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഗോഡ്സില വന്ന് തകർത്തെറിഞ്ഞിട്ട് പോയ ഗോത്തം സിറ്റീനാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട സർവൈവേഴ്സിനൊക്കെ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇഷ്യൂവിൽ ഗോഡ്സിലായിട്ട് ഒരു ഹ്യൂജ് ടൈറ്റൻ ഫോമിലായി മാറി ഫൈറ്റ് ചെയ്ത് അടികൊണ്ട് ബോധം കെട്ടിടക്കുന്ന നമ്മുടെ ആറ്റം സ്മാഷറിനെ ഇപ്പോൾ ഗ്രീൻലാൻഡിന് തൂക്കിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗോഡ്സിലയുടെ മൂവ്മെൻ്റ് ഒക്കെ നമ്മുടെ ഷസാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂപ്പർമാനെയും ബാറ്റ്മാനെയാണ്. സൂപ്പർമാൻ്റെ ബോഡി ഇപ്പം നമ്മുടെ ബാറ്റ്മാൻ ഒരു യെല്ലോ സണ്ണിൻ്റെ ഹീലിംഗ് ചേമ്പറിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ചേമ്പറിലുള്ള നമ്മുടെ സൂപ്പർമാനോട് ബാറ്റ്മാൻ പറയാണ്, വിട്ട് കളയരുത് ക്ലാർക്ക്, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എപ്പോഴത്തെയും പോലെ നീ ഇതിനെ ഫൈറ്റ് ചെയ്ത് വരണം എന്ന് പറയാണ് ബാറ്റ്മാൻ. അതേസമയത്ത് ഇപ്പുറത്ത് വണ്ടർ വുമണും ബാക്കി ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സും ഉണ്ട്. അങ്ങനെ ബാറ്റ്മാൻ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്ന കണ്ടിട്ട് വണ്ടർ വുമൺ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം പെട്ടെന്നാണ് നടക്കുന്നതെന്ന് പറയാണ് വണ്ടർ വുമൺ. അപ്പോൾ തന്നെ ബാറ്റ്മാനും അവൻ ഇതുവരെ ചത്തിട്ടില്ല പെണ്ണുമ്പിള്ളെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഫ്ലാഷ് വരാണ്, ബാറ്റ്മാൻ ഞങ്ങൾ ഓൾറെഡി എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞു. സൂപ്പർമാൻ തന്നെ സോളാർ അറേ വെച്ചിട്ട് ഞങ്ങൾ അവൻ്റെ സെല്ലുലർ റീജനറേഷന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ തന്നെ ഹോക്കുകൾ പറയാണ്, അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലോ എന്ന് പോലും നമുക്കറിയില്ല, അവൻ്റെ പൾസ് പോലും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ഈ സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ട് നമ്മുടെ വണ്ടർ വുമൺ ബാറ്റ്മാനെ തന്നെ തള്ളി വിട്ടിട്ട് അവൻ തിരിച്ചു വരും എന്ന് പറയാണ്. അതിനെന്തിനാണ് പെണ്ണുമ്പോൾ നീ ബാറ്റ്മാനെ തള്ളുന്നത്? അപ്പോൾ തന്നെ ബാറ്റ്മാനും അവൻ തിരിച്ചു വരും, കുറച്ച് ടൈം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ അവിടെ നിന്ന് പോവാണ്. അതേസമയം അപ്പോഴാണ് വണ്ടർ വുമൺ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് പറയുന്നത് ലെക്സ് ലൂതർ വന്നത് തന്നെ മദർ ബോക്സ് എടുക്കാനായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്രീം സ്റ്റോണും ആ ടോയ്മാൻ എടുത്ത ആ റെഡ് സ്റ്റോണും അവിടെ നിന്ന് കാണാതായിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ തിരിച്ചങ്ങോട്ട് വന്നിട്ട് ആ ഡ്രീം സ്റ്റോൺ എടുത്തത് ടോയ്മാൻ ആണെന്ന് പറയാണ്. എന്നിട്ട് ബാറ്റ്മാൻ പറയാണ്, അവിടെ നടന്ന ആ മദർ ബോക്സിൻ്റെ ബ്ലാസ്റ്റ് കാരണം അവർ വേറൊരു യൂണിവേഴ്സിലേക്ക് എത്തിപ്പെട്ടു, ആ ഡ്രീം സ്റ്റോറിൻ്റെ പവർ യൂസ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു വന്നതെന്നും പറയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അവരുടെ കൂടെ ആ മോൺസ്റ്റേഴ്സ് ഇവിടെ എത്തിയെന്ന് വണ്ടർ വുമൺ പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, എന്തായാലും അവരൊന്നും കാണാതെ ഇതൊന്നും ചെയ്യില്ല, എന്തെങ്കിലും അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഡ്രീം സ്റ്റോൺ കണ്ടുപിടിച്ചിട്ട് ഈ മോൺസ്റ്റേഴ്സ് എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് തന്നെ അതുങ്ങളെ തിരിച്ചെത്തിക്കണം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലാഷും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ തന്നെ വണ്ടർ വുമൺ സൈബോഗിനെ കോൾ ചെയ്തിട്ട് സ്കൾ ഐലൻഡിൽ നിന്ന് എന്തോ ഒരു സിഗ്നൽ വന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സൈബോഗു, എനിക്കറിയില്ല, എനിക്കിവിടെ ഓൾറെഡി വേറൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ തെമിസ്കേരിൽ നിന്ന് തിരിച്ചിട്ട് ആ മോൺസ്റ്റർ ഇപ്പം നോർത്ത് അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ്മാനും ബാക്കിയുള്ള ഒരു സൂപ്പർമാനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ സൂപ്പർ ഗേളെ കൊണ്ട് അത് പറ്റിയേക്കുമെന്ന് അവർ പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സൂപ്പർ ഗേളിനെയാണ്. അങ്ങനെ സൂപ്പർ ഗേൾ ഇപ്പോഴും കോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ആരോ ഉള്ളത്. അങ്ങനെ ഗ്രീൻ ആരോ സൂപ്പർ ഗേളിനോട് ആ മോൺസ്റ്ററിനെ അങ്ങ് കൊന്നു കളയാൻ വേണ്ടി പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ഗേളും ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ പോലെയല്ല, ഈ മോൺസ്റ്ററിന് എന്തോ വ്യത്യാസമായിട്ടുണ്ടെന്ന് പറയാണ് സൂപ്പർ ഗേൾ. അപ്പോൾ തന്നെ സൂപ്പർമാൻ എന്തോ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ട്, ഞാൻ ഉടനെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് സൂപ്പർ ഗേൾ. അതുവരെ ഈ മോൺസ്റ്ററിനെ ഒന്ന് മാനേജ് ചെയ്തെന്ന് പറയാണ് സൂപ്പർ ഗേൾ ഗ്രീൻ ആരോനോട്. ഉടനെ തന്നെ നമ്മുടെ ഗ്രീൻ ആരോ അവിടെ നിന്ന് ഓടാൻ തുടങ്ങാണ്. കാരണം വേറെ ആരോ പുള്ളിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അതൊരു അസാസിൻ കൂട്ടായിരുന്നു. അങ്ങനെ അവർ നമ്മുടെ ഗ്രീൻ ആരോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. ഗ്രീൻ ആരോയും തിരിച്ച് ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ അവരെല്ലാം ചേർന്ന് ഗ്രീൻ ആരോനെ പിടിക്കുകയാണ്. ഉടനെ തന്നെ കോങ് അങ്ങോട്ട് വന്നിട്ട് അതുങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവരിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ഗ്രീൻ ആരോ ഒരു ക്ലിഫിൽ പോയി പെടുകയാണ്. പക്ഷേ എങ്ങനെയോ അവിടുന്ന് ചാടി താഴെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ഗ്രീൻ ആരോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വാച്ച് ടവറാണ്. അങ്ങനെ ആ വാച്ച് ടവറിൽ നമ്മുടെ വണ്ടർ വുമൺ സൂപ്പർമാനും ഗോഡ്സിലിയായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഫൈറ്റിൻ്റെ ഫുട്ടേജൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതേസമയം നമ്മുടെ ലൂയിസ് അങ്ങോട്ട് വരികയാണ്. ഈ ലൂയിസിനെ ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീൻലാൻഡറാണ്. അങ്ങനെ ലൂയിസ് വന്നതും ക്ലാർക്ക് എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ഇപ്പോൾ ചേംബറിലുള്ള സൂപ്പർമാൻ്റെ അടുത്തേക്ക് ലൂയിസിനെ കൊണ്ടുപോവാണ്. അപ്പോൾ തന്നെ ലൂയിസ് ക്ലാർക്കിനെ കണ്ട് കരഞ്ഞോണ്ട്, നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങൾ എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന ഈ റിങ് ഇത് തിരിച്ച് എൻ്റെ കയ്യിലിടാൻ വേണ്ടി നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് കരയാണ് ലൂയിസ്. അപ്പോൾ തന്നെ അവരെന്തോ ഒരു ബീപ്പ് ബീപ്പ് സൗണ്ട് കേൾക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഗ്രീൻലാൻഡൻ ലൂയിസിനോട്, ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഇവിടുന്ന് അറ്റ്ലാന്റിസിലേക്ക് പോകണം, നിങ്ങൾ വരുവാണെങ്കിൽ തിരിച്ച് നിങ്ങളെ ഭൂമിയിൽ തന്നെ ഞങ്ങളെ ഇറക്കിയേക്കാന്ന് പറയാണ്. പക്ഷെ അപ്പം തന്നെ ലൂയിസും ക്ലാർക്കിൻ്റെ കൂടെ ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ, നിങ്ങൾ പോയിട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അവർ അവിടുന്ന് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും അവിടുന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അതേസമയം നമ്മുടെ വണ്ടർ വുമൺ കണ്ടുകൊണ്ടിരുന്ന ആ ഫുട്ടേജൊക്കെ നമ്മുടെ ലൂയിസും കാണാണ്. മദർ ബോക്സ് പൊട്ടിത്തെറിച്ചത്, ടോയ്മാൻ ആ ക്രിസ്റ്റൽ എടുക്കുന്നത് എല്ലാം ഇവള് കാണുകയാണ്. അപ്പം തന്നെ എന്തോ പ്ലാൻ ചെയ്ത് ലൂയിസ് ആർക്കോ കോൾ ചെയ്തിട്ട് 24 മണിക്കൂർ കൊണ്ട് ലെക്സ് ലൂറി എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയണമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ലീജിയൻ ഓഫ് ഡൂമിലുള്ള വില്ലൻസിനെയാണ്. അങ്ങനെ അവരെല്ലാവരും ഹീറോസിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ അവിടെയുള്ള ബാക്കി മെമ്പേഴ്സൊക്കെ ആവേശപ്പെടണ്ട, നമ്മളൊരു പ്ലാനിലാണുള്ളത്, അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് പറയാണ്. അതേസമയം ഡെത്ത് സ്ട്രോക്കും ചീറ്റിയും ടോയ്മാനെ തപ്പിപ്പോവാണ്. അങ്ങനെ അവർ ഇപ്പോൾ ടോയ്മാൻ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലെക്സ് ലൂതറിനാണ്. കഴിഞ്ഞ ഇഷ്യൂവിൽ നമ്മുടെ ലെക്സ് ലൂതർ ഒരു ഡെസേർട്ടിൽ ഒരു കണ്ണ് പോലത്തെ എന്തോ ഒരു മെഷീൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് ഇപ്പോൾ പുള്ളിയുടെ ലെക്സ്കോപ്പിലേക്ക് പുള്ളി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അറ്റ്ലാന്റിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടർ വുമൺ, ഗ്രീൻലാൻഡൻ, ഫ്ലാഷ്, ഇവരെ 3 പേരെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അറ്റ്ലാന്റിസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ മോൺസ്റ്റർ വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാഷ് പുള്ളിയുടെ കൈ ഉപയോഗിച്ച് ചുഴലിക്കാറ്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. ഉടനെ തന്നെ എന്തോ ഒരു ബ്ലാസ്റ്റ് വന്ന് അതിനെ തെറിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗോഡ്സില വന്നിരിക്കുകയാണ് അങ്ങോട്ട്. പക്ഷെ ആ മോൺസ്റ്റർ ഗോഡ്സിലനെ തന്നെ ഓവർ പവർ ചെയ്തിട്ട് അടിച്ച് അറ്റ്ലാന്റിസിൻ്റെ മുകളിലുള്ള ഷീൽഡിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ ഗോഡ്സില വീണ കാരണം അറ്റ്ലാന്റിസിൻ്റെ ആ ഷീൽഡ് തന്നെ, പ്രൊട്ടക്റ്റീവ് ഷീൽഡ് തന്നെ ബ്രേക്ക് ആവാൻ തുടങ്ങുകയാണ്. ഉടനെ തന്നെ ഗ്രീൻലാൻഡൻ ഫ്ലാഷിനെയും വണ്ടർ വുമനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ മോൺസ്റ്റർ അതിൻ്റെ വാല് വെച്ചടിച്ച് അവർ 3 പേരും തെറിപ്പിക്കുകയാണ്. അപ്പം തന്നെ മോൺസ്റ്ററിനെ എതിർക്കാൻ മോൺസ്റ്റർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇനിയും വിട്ട ഈ അറ്റ്ലാന്റിസ് മൊത്തവും ഈ മോൺസ്റ്റർ കാരണം നശിക്കും. എൻ്റെ അവസാന ആയുധം എടുക്കാൻ ടൈമായെന്ന് പറഞ്ഞിട്ട് അക്വാമാൻ നേരെ പോയിട്ട് ഒരു ലോക്കർ ഓപ്പൺ ചെയ്യാണ്. ഉടനെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പോലെ ഒരു വലിയ മോൺസ്റ്റർ നമ്മുടെ അക്വാമാൻ്റെ ക്രാക്കൻ പുറത്ത് വരികയാണ് ഈ 2 മോൺസ്റ്റേഴ്സിനെ എതിർക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോങ്ങിനെയാണ്. അവിടെയുള്ള അസാസിൻസിനൊക്കെ അടിച്ചിട്ട് നമ്മുടെ കോങ് അവിടെ നിന്ന് നടന്നു പോവാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ കപ്പലിലേക്ക് ചാടി രക്ഷപ്പെട്ട ഗ്രീൻ ആരോനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ കപ്പലിലുള്ള നമ്മുടെ ഗ്രീൻ ആരോ ഈ അസാസിൻസൊക്കെ ഈ കപ്പലിൽ നിന്നായിരിക്കണം വന്നിട്ടുണ്ടാവണമെന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ അവർ പോലും അറിയാതെ എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് പുള്ളി അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗ്രീൻ ആരോ മനസ്സിലാക്കുന്നത് എന്തോ ഒരു മോൺസ്റ്ററിൻ്റെ ഒരു വലിയ സ്കള്ള് അവർ അതിൽ മറച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. നമ്മുടെ ലൂയിസ് ലെയ്ന് ഇപ്പോൾ ജസ്റ്റിസ് ലീഗിൻ്റെ വാച്ച് ടവറിൽ നിന്നിട്ട് സാറ്റലൈറ്റിൽ നിന്ന് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൂയിസ് ലെയ്നും എനിക്കിതൊന്നും പോരാ, എനിക്ക് ഇനിയും ഡാറ്റാസ്, ഒരുപാട് ന്യൂസ് ഇനിയും ആവശ്യമുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഓപ്പോസിറ്റുള്ള ആളും കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല, ലെക്സ് ലൂതർ ആ ഡ്രീം സ്റ്റോൺ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറയാണ്. അങ്ങനെ ലൂയിസ് ലെയ്ൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരോടും അല്ല, നമ്മുടെ ലെക്സ് ലൂതറിൻ്റെ PA-നോടാണ്. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ ലോയിസ്, അല്ല നീ ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നോട് ബാക്കിയുള്ള ന്യൂസൊക്കെ പറയാത്തത്, ലെക്സ് ലൂതറിന് എതിരായിട്ട് നീ വർക്ക് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടൊന്നല്ല, കൂടുതൽ പുണ്യാളത്തി കളിക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ആ പെണ്ണുമ്പിളിയും പറയാണ്, ലെക്സ് ലൂതറിനെ നീ പറയൊന്നും വേണ്ട, ഈ മോൺസ്റ്റേഴ്സൊക്കെ ഇവിടെ വരാൻ തന്നെ കാരണം ടോയ്മാൻ ആണെന്ന് പറയാണ്. അപ്പോൾ തന്നെ അവരൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, അല്ല എല്ലാവരും പറയുന്നത് സത്യമാണോ, സൂപ്പർമാൻ മരിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ലോയിസും പറയാണ്, പുള്ളിക്കൊന്നുമില്ല, പക്ഷേ സൂപ്പർമാൻ വളരെ മോശം കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാണ്. അപ്പോൾ തന്നെ ലോയിസ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, അല്ല ലെക്സ് ലൂതർ എങ്ങനെയാണ് ഈ മോൺസ്റ്റേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് സൂപ്പർ ഗേൾ വരികയാണ്. അങ്ങനെ സൂപ്പർ ഗേൾ എപ്പോഴാണ് വന്നതെന്ന് ലോയിസ് ചോദിച്ചതും അപ്പോൾ തന്നെ സൂപ്പർ ഗേളും, സൂപ്പർമാൻ ജീവനോട്ടുണ്ടെന്ന് നിങ്ങളിപ്പോൾ ഒരാളോട് പറഞ്ഞില്ലേ, ഇപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറയാണ്. അപ്പോൾ തന്നെ ലോയിസ് ഒരു കാര്യം പറയാണ്, ക്ലാർക്ക് ഇപ്പോൾ ഓക്കെയാണ്, പക്ഷേ അവൻ കുറച്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ഗോഡ്സില്ലയും നമ്മുടെ അക്വാമാൻ്റെ ആ ക്രാക്കണും മറ്റേ ആ മോൺസ്റ്ററൊക്കെ ഇപ്പോൾ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സൊക്കെ പറയാണ്, ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾ തടഞ്ഞു പറ്റൂ, ഇല്ലെങ്കിൽ മൊത്തം അറ്റ്ലാന്റിസിനെ തന്നെ അതുങ്ങൾ നശിപ്പിക്കുന്നു പറയാണ്. അപ്പോൾ തന്നെ ഫ്ലാഷ് പറയാണ്, ഈ ഫൈറ്റ് ഇങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ അറ്റ്ലാന്റിസിന് ചുറ്റുമുള്ള ഷീൽഡ് ഇടിഞ്ഞു വീണ് ആ മൊത്തം പ്രഷറിൽ തന്നെ അറ്റ്ലാന്റിസിലെ ജനങ്ങൾ മരിക്കുന്നു പറയാണ്. അപ്പോൾ തന്നെ ഫ്ലാഷും ഈ മോൺസ്റ്റർ ഇവിടെ വരാൻ തന്നെ കാരണം ആ ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചം കാരണമാണ്, ആ ലൈറ്റ് ഹൗസ് ഇല്ലാതാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലാഷും അക്കമ്മനും ആ ലൈറ്റ് ഹൗസിന് നേരെ പോവാണ്. അതേസമയം ആ മോൺസ്റ്ററും ഇവരുടെ പിന്നാലെ തന്നെ വരികയാണ്. അങ്ങനെ അതിൻ്റെ പിന്നാലെ വരുന്ന നമ്മുടെ ഗോഡ്സില്ല അതിനെ തൂക്കി വീശുകയാണ്.
അങ്ങനെ ആ തൂക്കി എറിഞ്ഞ ഗോഡ്സില്ല ആ അറ്റ്ലാന്റിസിൻ്റെ ഷീൽഡിന് തന്നെ പോയി വീഴാൻ പോവാണ്. പക്ഷെ അത് വീഴുന്നതിന് മുമ്പ് തന്നെ ഗ്രീൻ ലാൻഡൻ പുള്ളിയുടെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് അതിനെ തടഞ്ഞു നിർത്തുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ആ ക്രാക്കൻ ഗോഡ്സിലേനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഈ രണ്ട് മോൺസ്റ്റേഴ്സും ആ ഗ്രീൻ ലാൻഡൻ കെട്ടി വെച്ചിരിക്കുന്ന ആ മോൺസ്റ്ററിൻ്റെ മേത്തേക്ക് വീണിട്ട് മൂന്നും കൂടി ആ അറ്റ്ലാന്റിസിൻ്റെ ഷീൽഡിൽ വീഴാണ്. അപ്പോൾ തന്നെ ഫ്ലാഷ് ആ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു വെളിച്ചം എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഇത് കണ്ടതും ആ മോൺസ്റ്റർ ഫ്ലാഷിനെ തുരത്തി പോവാണ്. അങ്ങനെ അത് അവിടെ നിന്ന് പോയതും ക്രാക്കണും നമ്മുടെ ഗോഡ്സില അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഗോഡ്സില അതിൻ്റെ ആറ്റോമിക് ബ്രത്ത് യൂസ് ചെയ്തതും അത് കൊണ്ടിട്ട് ആ അറ്റ്ലാന്റിസിൻ്റെ മൊത്തം ഷീൽഡ് തന്നെ ബ്രേക്ക് ആവാൻ തുടങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രീൻ ആരോ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്ന ആ കപ്പലിലാണ്. അങ്ങനെ ആ കപ്പലിൽ നമ്മുടെ ഗ്രീൻ ആരോ നോക്കുമ്പോൾ ഒരു നിഞ്ച ആർമീനെ തന്നെ കാണുകയാണ്. അങ്ങനെ എന്താണെന്നൊന്നും മനസ്സിലാവാതെ ആ നിഞ്ചാസുമായിട്ട് നമ്മുടെ ഗ്രീൻ ആരോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു ഘട്ടത്തിന് മേലെ ഇവറ്റുകളുമായിട്ടായിരുന്നു ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ മൊത്തം കപ്പൽ തന്നെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് പുള്ളി വെള്ളത്തിലേക്ക് ചാടുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോത്തം സിറ്റിയിൽ നമ്മുടെ സൈബോഗിനെയാണ്. അങ്ങനെ ബാറ്റ്മാൻ അറ്റ്ലാന്റിസിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈബോഗിനോട് ചോദിക്കുകയാണ്. അതേസമയം സൈബോഗു എനിക്കും അറിയത്തില്ല, ഞാനും അവിടെ നിന്ന് വരുന്ന ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഗ്രീൻ ആരോ ഇപ്പോഴും സ്കള്ളൈനിൽ തന്നെയാണ് ഉള്ളതെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ അവിടെ എന്തോ ഒരു വലിയ മെഷീൻ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂപ്പർ ഗേളിനെയാണ്. സൂപ്പർ ഗേൾ ഇപ്പോൾ നേരെ കോങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കോങ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോങ്ങിൻ്റെ മുമ്പിൽ ഗൊറില്ല ഗ്രോഡും പുള്ളിയുടെ ആർമിയും ഉണ്ട്. അങ്ങനെ ഇത്രയും വലിയൊരു കോങ്ങിനെ കണ്ടതും ഗൊറില്ല ഗ്രോഡും അവരുടെ ഗ്യാങ്ങും കോങ്ങിനെ ദൈവമായിട്ട് കണ്ടിട്ട് അതിനെ വണങ്ങാൻ തുടങ്ങാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച സൂപ്പർ ഗേൾ ഒരേറ്റ കൊത്തിന് കോങ്ങിനെ അടിച്ച് ബോധം കെടുത്താണ്. അതിനുശേഷം നമ്മുടെ വില്ലന്മാരുള്ള ലീജിയൻ ഓഫ് ഡൂമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ബ്ലാക്ക് മാൻഡിയും ചീറ്റയൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷെസാമിനെയാണ്. അങ്ങനെ പുള്ളിയും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ സൂപ്പർമാൻ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടത്തിലാണുള്ളത്. ബാറ്റ്മാനും അതൊന്നും നിൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിൻ്റെ തെറ്റില്ല? അങ്ങനെ ബാറ്റ്മാനും ഇതൊന്നും നിൻ്റെ തെറ്റല്ല, ഇതൊക്കെ ലീജിയൻ ഓഫ് ഡൂം ചെയ്തു വെച്ചിരിക്കുന്നതാണെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൈബോഗും പറയാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ക്രിമിനൽസും ലീജിയൻ ഓഫ് ഡൂമിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണെന്ന് പറയാണ്. ഉടനെ തന്നെ ഇതറിഞ്ഞതും നേരെ ആ വില്ലൻസൊക്കെ ഉള്ള ആ ലീജിയൻ ഓഫ് ഡൂമിലേക്ക് തന്നെ നമ്മുടെ ഷെസാം വന്ന് ഇറങ്ങാണ്. അങ്ങനെ അവരൊക്കെ ഷെസാമിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ കാവടി തുള്ളി പോയെങ്കിലും അവന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഷെസാമിനെ അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അറ്റ്ലാന്റിസ് ആണ്. അങ്ങനെ ഇപ്പോൾ ക്രാക്കായി മൊത്തം നശിച്ചിരിക്കുന്ന ആ അറ്റ്ലാന്റിസിലെ മൊത്തം ഷീൽഡും ഗ്രീൻ ലാൻഡൻസ് അവരുടെ പവേഴ്സ് വെച്ചിട്ട് വെള്ളം ഉള്ളി കിടക്കാത്ത വിധത്തിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുള്ളിയുടെ ഫുൾ പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പുള്ളി വീക്കായി മയങ്ങി വീഴാണ്. ഉടനെ തന്നെ ബാക്കി ഗ്രീൻ ലാൻഡൻസ് അങ്ങോട്ട് വന്നിട്ട് അവരുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ക്രാക്കണും ഗോഡ്സിലയും ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഗോഡ്സില്ല അറ്റോമിക് ബ്രത്ത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അക്വാമാൻ എന്തോ ഒരു വലിയ ചങ്ങല പോലത്തെ ഒരു സാധനം ഗോഡ്സിലയുടെ കാലിലിട്ട് ലോക്ക് ചെയ്യാണ്. അങ്ങനെ ആ ക്രാക്കണ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഗോഡ്സില്ല അത് കാലി കുടുങ്ങി താഴെ വീഴാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലെക്സ് ലൂതറാണ്. പുള്ളി നമ്മുടെ സൂപ്പർമാനെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ സൂട്ടൊക്കെ ഇട്ട് ഫുൾ ആർംഡായിട്ട് നിൽക്കുകയാണ്. പുള്ളിയുടെ കൂടെ തന്നെ ഇപ്പം മെക്കാ ഗോഡ്സിലയും ഉണ്ട്. അങ്ങനെ മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മെക്കാ ഗോഡ്സിലയുമായിട്ട് പുള്ളി ടീമപ്പ് ആവാൻ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പേ നമ്മുടെ ഗ്രീൻ ആരോ ഒരു കപ്പൽ തന്നെ തകർത്തിട്ടുണ്ടാവും. ആ കപ്പലിൽ ഒരു വലിയ മോൺസ്റ്ററുടെ തലയോട്ടി ഉള്ളതുപോലെ നമ്മൾ കഴിഞ്ഞ ഇഷ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ തലയോട്ടി എടുത്തുകൊണ്ട് ആരോ വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ ആ കൊണ്ടുപോകുന്നത് വേറെ ആരുമല്ല, ആ അസാസിൻ ഗ്രൂപ്പിൻ്റെ ഒക്കെ തലവനായിട്ടുള്ള റാസാൽ ഗുള്ളാണ്. അങ്ങനെ ഇപ്പോൾ ഈ ടൈറ്റൻസൊക്കെ നമ്മുടെ ജസ്റ്റിസ് ലീഗ് യൂണിവേഴ്സിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ദിവസങ്ങളോളം കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ജസ്റ്റിസ് ലീഗിൻ്റെ വാച്ച് ടവറിൽ നമ്മുടെ ഹീറോസൊക്കെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ ആ എർത്തിലേക്ക് വന്നിരിക്കുന്ന മോൺസ്റ്റേഴ്സൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൈബോഗ് പറയുന്നത് ഈ മോൺസ്റ്റേഴ്സൊക്കെ വളരെ കൊടൂരായതാണ്. സൂപ്പർമാൻ വീണ് കഴിഞ്ഞു. ഷെസാം ഇപ്പോൾ ലീജിയൻ ഓഫ് ഡൂമിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞു. സൂപ്പർ ഗേൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. നമ്മുടെ ആദ്യത്തെ പണി തന്നെ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആ ഡ്രീം സ്റ്റോണും ടോയ് മാനും കണ്ടുപിടിക്കേണ്ടതാണെന്ന് പറയാണ്. അതേസമയം നമ്മുടെ അക്വാമാനും പറയാണ് അറ്റ്ലാന്റിയൻ ടെക്നോളജി വെച്ചിട്ടുള്ള ചങ്ങല വെച്ചിട്ടാണ് ഞാൻ ഗോഡ്സിലേനെ പിടിച്ച് കെട്ടിയിട്ട് അതിന് അങ്ങനെ ഇങ്ങനെ ഒന്നും അത് പൊട്ടിച്ച് വരാൻ പറ്റില്ലെന്ന് പറയാണ്. ഗോഡ്സിലെ കൊണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നമില്ലെന്ന് പറയാണ് അക്വാമാൻ. അപ്പോൾ തന്നെ ഫ്ലാഷിൻ്റെ അടുത്ത് നമ്മുടെ ഗ്രീൻ ലാൻഡൻ പറയാണ് അല്ല ഈ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പല്ലീനെയല്ല ഇപ്പോൾ നമ്മൾ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ശരിക്കും ജയിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഫ്ലാഷും പറയാണ് ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും 3 മോൺസ്റ്റേഴ്സ് മെട്രോപോളിസിനെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലോയ്സിലേനെയാണ്. ലോയ്സിലേനെ ഇപ്പോൾ സൂപ്പർമാൻ അടച്ചു വെച്ചിരിക്കുന്ന പുള്ളിനെ റിക്കവർ ആവാൻ വെച്ചിരിക്കുന്ന ആ ചേമ്പറിൻ്റെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞെട്ടാണ്, കാരണം അതിൻ്റെ ഉള്ളിൽ സൂപ്പർമാനെ കാണാനില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ ലീജിയൻ ഓഫ് ഡൂമാണ്. ആ ക്രിമിനൽസ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഷിപ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്.
അതേസമയം ലെക്സ് ലൂതറും പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മെക്കാ ഗോഡ്സില്ലയുടെ ആ വലിയ മെഷീൻ വെച്ചിട്ട് മൊത്തം മെട്രോപോളിസൻ അടിച്ച് തകർക്കാൻ തുടങ്ങാണ്. നമ്മുടെ ബാറ്റ്മാൻ സീക്രട്ടായിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു വലിയ ബാറ്റ്മാൻ സ്യൂട്ടായിരുന്നു. അത് ഇട്ടുകൊണ്ട് നേരെ ആ മെട്രോപോളിസിലേക്ക് വരികയാണ് ബാക്കി മെമ്പേഴ്സിൻ്റെയും കൂട്ടിയിട്ട്. അങ്ങനെ ആ വലിയ ബാറ്റ്മാൻ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ ബാറ്റ്മാൻ, സൈബോഗ് ആൻഡ് ഫ്ലാഷും ചേർന്നിട്ടാണ്. അതേസമയം നമ്മുടെ ബാറ്റ്മാനും ബാക്കിയുള്ള ആ മൊത്തം ഹീറോസും ആ മെക്കാഗോഡ്സിലേക്ക് എതിരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ കോങ്ങിനെ പോലെയുള്ള ബാക്കി എല്ലാ മോൺസ്റ്റേഴ്സും ഓപ്പോസിറ്റ് സൈഡിൽ ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഗ്രീൻ ലാൻഡൻസ് അവരുടെയൊക്കെ ഗ്രീൻ ലാൻഡൻ പവേഴ്സിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് വലിയൊരു ഗ്രീൻ ലാൻഡൻ റോബോട്ടിനെ തന്നെ ആ മെക്കാഗോഡ്സിലേക്ക് എതിരായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഇപ്പോൾ മാറിയിരിക്കുന്ന നമ്മുടെ ഗ്രീൻ ലാൻഡൻ റോബോട്ട്സ് അവിടെ വന്നിരിക്കുന്ന സില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോൺസ്റ്ററിനെ, എട്ടുകാലി പോലത്തെ ഒരു മോൺസ്റ്ററിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. നമ്മുടെ വണ്ടർ വുമണും ഹോഗോളും ചേർന്നിട്ട് ബെഹമത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോൺസ്റ്ററിനെ അടിച്ച് തൂക്കുകയാണ്. അക്വാമാനും ഹോഗോളും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതേസമയം നമ്മുടെ ബാറ്റ്മാനും റോബിനും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് നേരത്തെ ആ ഷിപ്പിൽ കയറിയിട്ടുണ്ടായിരുന്ന ആ മൊത്തം ലീജിയൻ ഓഫ് ഡൂമും അവിടെ വന്ന് ഇറങ്ങുന്നത് നമ്മുടെ ഹീറോസിനെ അറ്റാക്ക് ചെയ്യാൻ. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ആരോ ജെറ്റ് പോലെ അറ്റാക്ക് ചെയ്യാണ്. വേറെ ആരുമല്ല, സൂപ്പർ ഗേളാണ്. അപ്പോഴാണ് അവിടെ വന്നിരിക്കുന്ന ബാക്കി മെമ്പേഴ്സൊക്കെ കാരാ നിങ്ങൾ എവിടെയായിരുന്നു, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ കോങ്ങും ഗൊറില്ല ഗ്രോഡും എൻട്രി ആവുന്നത്. അങ്ങനെ കോങ്ങും ആ ഗ്രീൻ ലാൻഡൻ റോബോട്ടിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർ ഗേൾ വണ്ടർ വുമൺ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട ഗ്രീൻ ലാൻഡൻസൊക്കെ സൂപ്പർ ഗേൾ എനിമീസിനെ കൂടെ ചേർന്നെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഗ്രോഡ് സൂപ്പർ ഗേളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ ഗ്രീൻ ലാൻഡൻ റോബോട്ട് വെച്ചിട്ട് നമ്മുടെ കോങ്ങിൻ്റെ ചെകളെ കെട്ടാൻ ഒരെണ്ണം കൊടുക്കുകയാണ്. ഉടനെ തന്നെ ആ ഗ്രീൻ ലാൻഡൻ റോബോട്ടിൻ്റെ ഓരോ പാർട്സും കൺട്രോൾ ചെയ്യുന്നത് ഓരോ ലാൻഡൻസ് ആണ്. ഉടനെ തന്നെ അതിൻ്റെ ഒരു കൈ നമ്മുടെ കോങ് പിച്ചെറിയാണ്. ആ കൈ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗൈ ഗാർഡനറാണ്. അങ്ങനെ താഴെ വീണെടുക്കുന്ന ഗൈ ഗാർഡനറിനെ ഗൊറില്ല ഗ്രോഡ് ചവിട്ടി തന്നെ കൊന്നുകളയാണ്. ഉടനെ തന്നെ കോങ് ആ ഗ്രീൻ ലാൻഡൻ മൊത്തം റോബോട്ടിനെ തന്നെ അടിച്ച് തകർക്കാണ്. അതിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള എല്ലാ ലാൻഡൻസും താഴെ വീഴാണ്. ഗ്രോഡും അവരെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്യാണ്. ഉടനെ തന്നെ ഞാൻ ജീവനോടുള്ളവരെ അത് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അക്വാമാൻ അവിടെ വന്നിറങ്ങാണ്. അപ്പം തന്നെ ആ കുരങ്ങനും എന്നാൽ പിന്നെ ഈ മീനിൻ്റെ മോനെ ആദ്യം തീർക്കാന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ ഹീറോസും ആ ലീജിയൻ ഓഫ് ഡൂമും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് തുടങ്ങാണ്. അതേസമയം നമ്മുടെ സൂപ്പർ ഗേൾ ഇപ്പോഴും വണ്ടർ വുമണുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ ബാറ്റ്മാൻ ഇപ്പോഴും ആ മെക്കാ ഗോഡ്സിലുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മുടെ കോങ് ആ ബാറ്റ്മാൻ്റെ ആ സൂട്ടിനെ തന്നെ അടിച്ച് താഴെ ഇടുകയാണ്. ഉടനെ തന്നെ ഒരു പച്ച കളറിൽ കോങ്ങിനെ പോലെ തന്നെ ഒരു രൂപം വന്നിട്ട് കോങ്ങിനെ അടിച്ചിടുകയാണ്. നമ്മുടെ ബീസ്റ്റ് ബോയ് ഇപ്പോൾ കോങ്ങിനെ പോലെ ഒരു വലിയ രൂപമായി മാറിയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇത് കണ്ടിട്ടുള്ള നമ്മുടെ സൂപ്പർ ഗേൾ ആ ബീസ്റ്റ് ബോയുടെ മുഖത്തന്നെ കുത്തിയതും പുള്ളിയുടെ നോർമൽ ഫോമിലേക്കായി മാറി താഴെ വീഴാണ്. അങ്ങനെ വീണ അവനെ നമ്മുടെ ഗ്രീൻ ലാൻഡൻസ് വന്ന് രക്ഷിക്കുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ട് വന്നിട്ടുള്ള നമ്മുടെ റോബിനും ഡിക് ഗ്രേസണും ചേർന്നിട്ട് ആ ഗൊറില്ല ഗ്രോഡിനെ അറ്റാക്ക് ചെയ്തതും പുള്ളിയുടെ തലയിലുണ്ടായിരുന്ന ആ ഹെൽമെറ്റ് തെറിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ഗ്രോഡിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്ന സൂപ്പർ ഗേൾ ഇപ്പോൾ പുറത്ത് വരികയാണ്. ഉടനെ തന്നെ കോങ്ങിനെ കണ്ടിട്ട് നമ്മുടെ സൂപ്പർ ഗേളും നമ്മൾ രണ്ടുപേരും ഇത്രയും നേരം തെറ്റായിട്ടുള്ള ഭാഗത്താണ് നിന്നുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. ഉടനെ തന്നെ വണ്ടർ വുമൺ അങ്ങോട്ട് കൈ കാണിച്ചിട്ട് ഒരുപാട് മോൺസ്റ്റേഴ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് കടലിൽ എന്തോ ഒരു റോക്കറ്റ് പോലെ അറ്റം ബോംബ് പോലെ എന്തോ ഒരു സാധനം വന്ന് വീഴുകയാണ്. അപ്പോൾ തന്നെ ഗോഡ്സില്ലേനെ കാണിക്കുകയാണ്. അങ്ങനെ ഗോഡ്സില്ലേൻ്റെ അടുത്ത് ആരോ പറയാണ് ഗോഡ്സില്ല ഒന്നും കഴിഞ്ഞില്ല എന്ന്. നോക്കുമ്പോൾ ഗോഡ്സില്ലയുടെ മുമ്പിൽ നമ്മുടെ സൂപ്പർമാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും സൂപ്പർമാൻ എങ്ങനെയാണ് ഇപ്പോൾ റിക്കവർ ആയെന്ന് തന്നെ കാണിക്കുന്നത്. ആക്ച്വലി ഈ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോയിസ് ലെയിൻ നമ്മുടെ സൂപ്പർമാൻ എവിടെയെന്ന് ഉയർന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ദൂരത്തുനിന്ന് ഒരു സൂര്യ വെളിച്ചം കാണുന്നത്. നോക്കുമ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മുടെ സൂപ്പർമാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോഴാണ് പുള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ചേംബറിൽ നിന്ന് ഡയറക്റ്റ് സണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ വേണ്ടിയിട്ട് ഒരു ടെലിപ്പോർട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടെലിപ്പോർട്ടർ യൂസ് ചെയ്തിട്ട് സണ്ണിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് ഫുൾ റീചാർജഡായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർമാൻ തിരിച്ചു വന്നിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പുറത്ത് വലിയൊരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ ഗൈ ഗാർഡനർ മരിച്ചിരിക്കുകയാണ്. അങ്ങനെ മരിച്ചിരിക്കുന്ന പുള്ളിയുടെ ഗ്രീൻ ലാൻഡൻ റിങ് പുള്ളിനെ വിട്ട് പറക്കുകയാണ്. അതേസമയം നമ്മുടെ കോങ് ആ വലിയ സ്ക്രാൾ ക്രോളറിന് നേരെ തന്നെ തിരിയാണ്. കാരണം സൂപ്പർ ഗേളിനും കോങ്ങിനും മനസ്സിലായി ഇതൊന്നും അവരെ ആരോ കൺട്രോൾ ചെയ്യായിരുന്നെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കോങ് ഇപ്പോൾ ഹീറോസിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഉടനെ തന്നെ ബീസ്റ്റ് ബോയും എണീറ്റിട്ട് പുള്ളിയുടെ ആ കോങ് ഫോമിലായിട്ട് മാറിയിട്ട് മച്ചാനെ നിൻ്റെ കൂടെ ഞാനും കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ സ്ക്രാൾ ക്രോളേഴ്സിനെ എല്ലാത്തിനും എടുത്ത് തൂക്കിയിട്ട് അലക്കാൻ തുടങ്ങാണ്. നമ്മുടെ വണ്ടർ വുമണും സൂപ്പർ ഗേളും ചേർന്നിട്ട് അതിൽ വേറൊരു സ്ക്രാൾ ക്രോളറിനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ്മാൻ ആ മെക്കാ ഗോഡ്സിലുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂപ്പർമാനാണ്. അങ്ങനെ സൂപ്പർമാൻ ഇപ്പം നേരെ ആ ലീജിയൻ ഓഫ് ഡൂമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്.
അങ്ങനെ പുള്ളി നേരെ പോയിട്ട് നമ്മുടെ ബില്ലി ബാറ്റ്സനെ രക്ഷിക്കുകയാണ്. നേരത്തെ ആ ലീജൻ ഓഫ് ഡൂം നമ്മുടെ ഷെസാമിനെ ഡിഫീറ്റ് ചെയ്തിട്ട് പുള്ളിനെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടുന്ന് പുള്ളിനെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഷെസാം ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ എങ്ങനെ തിരിച്ചു വന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വന്ന ഷെസാം ഉടനെ പോയി ചാടി ഒരേറ്റ കൂത്ത് ആ മെക്കാ ഗോഡ്സിലേനെ. ഉടനെ തന്നെ ബാക്കിയുള്ള ആ ഗ്രീൻ ലാൻഡൻസൊക്കെ വീണ്ടും ആ റോബോട്ട് ഫോം ചെയ്തിട്ട് നമ്മുടെ ബാറ്റ്മാൻ്റെ ആ റോബോട്ടിൻ്റെ കൂടെ ചേർന്നിട്ട് ബാക്കി സ്കൾ കോളേഴ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. അതേസമയം നമ്മുടെ ഷെസാമും വണ്ടർ വുമണും സൂപ്പർ ഗേളും ചേർന്നിട്ട് ബെഹമത്ത് പറഞ്ഞിട്ടുള്ള ആ മോൺസ്റ്ററിനെ അടിച്ച് തറവറ്റിക്കുകയാണ്. അങ്ങനെ ഷെസാമിനെ രക്ഷിച്ചിട്ട് നമ്മുടെ സൂപ്പർമാൻ വീണ്ടും പോയിരിക്കുന്നത് ഗോഡ്സിലയുടെ അടുത്താണ്. അങ്ങനെ ഗോഡ്സില സൂപ്പർമാനെ കണ്ടത് വീണ്ടും ആ ആറ്റോമിക് ബ്രത്ത് യൂസ് ചെയ്യാണ്. അങ്ങനെ സൂപ്പർമാനും ഇത്തവണ നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലടാ മോനെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഗോഡ്സിലയുടെ മുഖത്തിട്ട് തന്നെ കുത്തുകയാണ്. അങ്ങനെ ഗോഡ്സിലനെ അടിച്ച് വീഴ്ത്തിയിട്ട് സൂപ്പർമാൻ പറയാണ്, എനിക്കറിയാം നീ ഒരു ശത്രു അല്ലെന്ന്, നീ നാച്ചുറൽ ഓർഡർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവനാണ്. പക്ഷേ എന്തൊക്കെയോ ഇവിടെ തെറ്റായിട്ട് നടക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇതിനെ നേരിടണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാൻ അക്വാമാൻ ഇട്ടിരിക്കുന്ന ആ ചങ്ങല തന്നെ ഗോഡ്സിലയുടെ ഊരാണ്. നീ വാ, നമുക്ക് വേറെ പണിയുണ്ടെന്ന് പറയാണ് സൂപ്പർമാൻ. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ബീസ്റ്റ് ബോയ്ക്കും കോങ്ങിനും ഒന്നും ആ സ്ക്രൾ ക്രോളേഴ്സിനെ ഒന്നും എതിർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ ഓവർ പവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഒരു ഗ്രീൻ ലാൻഡൻ റിങ്, നമ്മുടെ ഗൈഗാർഡറിൻ്റെ റിങ്ങാണത്, നേരെ വന്നിട്ട് നമ്മുടെ കോങ്ങിൻ്റെ കയ്യിലേക്ക് കയറാണ്. അത് വെച്ചിട്ട് കോങ് ഒരു വലിയ ആക്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ക്രൾ ക്രോളേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോസ് എല്ലാവരും ചേർന്നിട്ട് ആ മെക്കാ ഗോഡ്സിലയുടെ കൈയും കാലും വേർതിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൈ തന്നെ പിഴുതെറിയാണ്. അങ്ങനെ വീണടിക്കുന്ന ആ മെക്കാ ഗോഡ്സിലേനെ നമ്മുടെ ബാറ്റ്മാൻ റോബോട്ട് തൂക്കിയെടുത്ത് തറയിലടിച്ച് നടുപൊടിക്കുകയാണ്. പക്ഷെ അവിടേക്ക് വന്നിരിക്കുന്ന വേറൊരു സ്ക്രൾ ക്രോളർ നമ്മുടെ ആ ബാറ്റ്മാൻ സ്യൂട്ടിനെ തന്നെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ കോങ്ങിൻ്റെ നേർക്ക് അത് വരികയാണ്. ഇനി കാണിച്ചു തരടാ കളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോഡ്സിലേനെയും കൂട്ടിക്കൊണ്ട് സൂപ്പർമാൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഗോഡ്സിൽ അങ്ങോട്ട് വന്നതും കൂളായിട്ട് തന്നെ ആ വലിയ സ്ക്രൾ ക്രോളറിനെ അടിച്ച് ഇടിച്ചിട്ടിട്ട് അതിൻ്റെ ആറ്റോമിക് ബ്രത്ത് വെച്ചിട്ട് അതിനെ ഭസ്മമാക്കാൻ തുടങ്ങുകയാണ്. അതേ ടൈമിൽ തന്നെ നമ്മുടെ കോങ്ങും ആ ഗ്രില്ലാൻഡ് കൺസ്ട്രക്ഷൻ വെച്ചിട്ടുള്ള ആ ആക്സുമായിട്ട് വന്നിട്ട് അതിനെ അടിച്ച് തന്നെ കൊന്നുകളയാണ്. അങ്ങനെ നമ്മുടെ ഹീറോസും എല്ലാവരും കൂടി ചേർന്നിട്ട് അതുങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം തന്നെ വണ്ടർ വുമൺ അങ്ങോട്ട് വന്നിട്ട്, അല്ല ഇതുങ്ങളെയൊക്കെ എങ്ങനെ ഈ തിരിച്ചയക്കും, ആ ഡ്രീം സ്റ്റോൺ അവിടെ ടോയ്മാൻ ആണെങ്കിൽ കാണാനും ഇല്ലെന്നൊക്കെ പറയാണ്. അപ്പം തന്നെ സൂപ്പർമാനും പറയാണ്, ആ ചീറ്റയും ബ്ലാക്ക് മാൻറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ആ ടോയ്മാനെ ഓൾറെഡി കോങ് അടിച്ച് കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതല്ലേ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രീം സ്റ്റോൺ എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അപ്പം തന്നെ നമ്മുടെ സൂപ്പർ കളി, അല്ല ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചതു. അല്ല കോങ് എന്തായാലും ചവിട്ടിക്കൊന്നല്ലോ, ആ ചവിട്ടിക്കൊന്ന ആ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ സാധനം ഞാനത് പെറുക്കിയെടുത്തെന്ന് പറയാണ്. അങ്ങനെ ആ ഡ്രീം സ്റ്റോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ഇവരങ്ങോട്ട് വന്നത് അതേപോലെ തന്നെ അവരുടെ വേൾഡിലേക്ക് ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ നമ്മളെ ഹീറോസ് തിരിച്ചയക്കാൻ തുടങ്ങുകയാണ്. അതേസമയം നമ്മുടെ ആ ലെക്സ് ലൂതറിനെയും മൊത്തം ഗ്യാങ്ങിനെയും നമ്മുടെ ഹീറോസ് എല്ലാവരും കൂടി അറസ്റ്റ് ചെയ്ത് അവരെ വീണ്ടും ജയിലിൽ കൊണ്ടിടുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർമാനും ലോയിസും ഒരുമിച്ചിരുന്ന് ഒരു ഈവനിങ് ആസ്വദിക്കുകയാണ്. ഇവിടെ ഈ കോമിക് എൻഡാവാണ്. ഈ കോമിക് എൻഡായി ഇവരൊക്കെ തിരിച്ചയച്ചു, എല്ലാം തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതിന് ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ട്. ഗോഡ്സില എക്സ് കോങ് 2 എന്ന് പറഞ്ഞിട്ട്, ഗോഡ്സില എക്സ് കോങ് വേഴ്സസ് ജസ്റ്റിസ് ലീഗ് 2 എന്ന് പറഞ്ഞിട്ട് ഈ കോമിക്കിന് ഒരു സെക്കൻഡ് പാർട്ടും കൂടിയുണ്ട്. അതായത് തിരിച്ചെത്തിയ നമ്മുടെ ഹീറോസും ആ മോൺസ്റ്റേഴ്സൊക്കെ എന്താ ചെയ്തെന്നും ഇനി നമ്മുടെ കിങ് ഗിഡോറൊക്കെ വരുന്നുണ്ട്. അതെന്തായാലും ഈ കോമിക്കിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.